സംസ്ഥാനത്ത് വീണ്ടും ജീവനെടുത്ത വിഷഭക്ഷണം. കാസർഗോഡ് തലക്ലായിലെ അഞ്ജുശ്രീ പാർവതിയാണ് കുഴിമന്തി കഴിച്ചതിന് പിന്നാലെ മരിച്ചത്. ഹോട്ടലിൽ നിന്നും ഓൺലൈൻ വഴി വരുത്തിയ കുഴിമന്തി കഴിച്ചതോടെ ശാരീരിക അസ്വസ്ഥത ആരംഭിക്കുകയായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. പെൺകുട്ടി ആദ്യം കേക്ക് കഴിച്ചെന്നും പിന്നീട് കുഴിമന്തി കഴിച്ചു എന്നുമാണ് ജില്ലാ ആരോഗ്യ വിഭാഗം പറയുന്നത്. ഗുരുതരാവസ്ഥയിലുള്ള പെൺകുട്ടി മാംഗ്ലൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലാണ് മരിച്ചത്. 6 ദിവസത്തിനിടെ സംസ്ഥാനത്ത് 2 പേരാണ് ഭക്ഷ്യവിഷബാധയേറ്റ് മരിച്ചിട്ടുള്ളത്. സംഭവത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി. ഡിസംബർ 31-നാണ് അഞ്ജുശ്രീ കുഴിമന്തി കഴിച്ചത്. ഒപ്പം കഴിച്ചവർക്കും അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന നടത്തിയത് ഇപ്പോൾ മാത്രമാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജുവിലേക്ക് പോകും മുമ്പ് പ്രദേശവാസിയുടെ പ്രതികരണത്തിലേക്ക്. 31-ാം തീയതി ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് അവരെ വീട്ടിലെ കുടുംബ കുട്ടികളൊക്കെ വന്ന് ഒത്തുചേർന്നപ്പോൾ കാസർഗോഡ് ഹോട്ടലിൽ നിന്ന് ഓൺലൈനായിട്ട് ഭക്ഷണം ബുക്ക് ചെയ്ത് വരുത്തിച്ചു. കുഴിമന്തിയാണ് വരുത്തിച്ചതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കഴിച്ചതിന് ശേഷം കുട്ടിക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകും. കൂടെ ഒന്നിച്ച് കഴിച്ച 1-2 കുട്ടികൾക്കും അത് ചെറിയ രീതിയിൽ ദേഹാസ്വാസ്ഥ്യം ഉണ്ടായി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തൊട്ടടുത്തുള്ള ദേളിയിൽ സാദി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഛർദിയൊക്കെ ആയതുകൊണ്ട് സാദി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുന്ന് ഡോക്ടർ പരിശോധനയൊക്കെ നടത്തി തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നതിന് ശേഷം വീണ്ടും പിറ്റേ ദിവസം വീണ്ടും കുട്ടിക്ക് അങ്ങനെ പ്രശ്നം വന്നു. വീണ്ടും അതേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വലിയ മാറ്റം വരാതിരിക്കുമ്പോൾ ഇന്നലെ രാവിലേക്ക് നില വഷളായി. അതായത് BP ഒക്കെ ഡൗണായി, പ്രഷർ ഡൗണായി, കുട്ടി അബോധാവസ്ഥയിലായി. അപ്പോഴാണ് കാസർഗോഡ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ അവിടുന്ന് പറഞ്ഞു മംഗലാപുരം ഹോസ്പിറ്റലിലേക്ക് അടിയന്തരമായിട്ട് എത്തിക്കണം എന്ന് പറഞ്ഞു. ഇന്നലെ അങ്ങനെ രാവിലെ അവിടെ എത്തിച്ചു. ഇന്ന് രാവിലെയോടുകൂടി 4 മണിയോടുകൂടിയാണ് മരണം സംഭവിച്ചത്. നാട്ടിൽ വലിയ രീതിയിൽ ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ഒരു ഭക്ഷ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വലിയ പരാതി വരുന്നുണ്ട്. അപ്പോൾ സമഗ്രമായ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കണം. വലിയൊരു കുടുംബത്തിൻ്റെ ഒരു വിളക്കാണ് അണഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ ഒരു അന്വേഷണം നിർബന്ധമായും ഉണ്ടാവണമെന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. KV ബൈജുവിലേക്ക്. ബൈജു, ഈ പെൺകുട്ടിക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് കുടുംബം കൃത്യമായി ചികിത്സ നൽകിയിരുന്നു. പലതവണ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ഒക്കെ ചെയ്തു. എന്നിട്ടും ജീവൻ രക്ഷിക്കാനാവാത്ത ഒരു സാഹചര്യം. എന്താണ് പെൺകുട്ടിയുടെ ബന്ധുക്കൾ പറയുന്നത്? അഭിലാഷേ, നമുക്കൊരു പ്രാഥമികമായി തന്നെ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗുരുതരമായ ഒരു അനാസ്ഥ ഈ സംഭവത്തിൽ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഈ ഹോട്ടലിൽ പരിശോധന, ഭക്ഷ്യസുരക്ഷാ വകുപ്പും പോലീസും പരിശോധന നടത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത്. ഈ സംഭവം നടക്കുന്നത് 31-നാണ്. പുതുവർഷത്തോടനുബന്ധിച്ച് ഈ മരിച്ച കുട്ടിയും സുഹൃത്തുക്കളും കൂടി ഒരു കേക്കും അതുപോലെ തന്നെ കുഴിമന്തിയും ഓർഡർ ചെയ്യുന്നു. ഓൺലൈൻ വഴിയാണ് ഈ അടുക്കത്ത് വയലിലെ ഹോട്ടലിൽ നിന്നും ഈ ഭക്ഷണം ഓർഡർ ചെയ്യുന്നത്. ഇത് കഴിച്ചതിന് ശേഷം ശാരീരിക അസ്വസ്ഥ്യം ഉണ്ടാകുന്നു. ഈ പെൺകുട്ടിക്ക് പിറ്റേ ദിവസം ഛർദിയും മറ്റും ഉണ്ടായതിനെ തുടർന്ന് ഡൽഹിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് വീട്ടിലേക്ക് വരികയും തുടർന്ന് 2 ദിവസം കഴിയുമ്പോൾ ഈ കുട്ടിക്ക് നില കൂടുതൽ പ്രശ്നമാവുകയും സ്വകാര്യ ആശുപത്രിയിൽ എത്തിയെങ്കിലും മംഗളൂരിലേക്ക് കൊണ്ടുപോകാൻ പറയുകയായിരുന്നു. എന്തായാലും ഇന്നലെയാണ് ഈ കുട്ടിയെ മംഗളൂരിലേക്ക് കൊണ്ടുപോയതും ഇന്ന് രാവിലെ കൂടിയാണ് മരണം സംഭവിക്കുകയും ചെയ്തത്. ഈ സമയമായിട്ടും ഈ സംഭവത്തിൽ ആരോഗ്യവകുപ്പ് ഒരു വിവരവും അറിഞ്ഞിട്ടില്ല എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന വസ്തുത. മാത്രമല്ല, ഈ ഹോട്ടൽ 31-ാം തീയതി, അതായത് ബൈജു പറയുന്നതനുസരിച്ചാണ് എങ്കിൽ ഈ ഭക്ഷ്യവിഷബാധ ഏറ്റതിന് ശേഷവും ഏതെങ്കിലും തരത്തിലുള്ള ഒരു അന്വേഷണത്തിനോ പരിശോധനയ്ക്കോ ഒന്നും ഈ വകുപ്പ് ഉദ്യോഗസ്ഥർ തയ്യാറായില്ല എന്നാണോ? ഇത്തരത്തിലൊരു പരാതി ലഭിച്ചില്ല എന്ന ന്യായീകരണമാണോ ഇപ്പോൾ അവർ പറയുന്നത്? അഭിലാഷെ, അന്വേഷണം നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ഈ ഹോട്ടൽ 31-ാം തീയതി മുതൽ ഈ സംഭവം നടന്ന് ഇത്രയും വിവരങ്ങൾ പുറത്തു വന്നിട്ടും ഈ ഹോട്ടൽ ഇന്നലെ രാത്രി വരെ തുറന്നു പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വസ്തുത. ഇപ്പോഴാണ് ഈ ഹോട്ടൽ അടക്കാൻ വേണ്ടി ഭക്ഷ്യസുരക്ഷാ വകുപ്പും മറ്റു ജീവനക്കാരും ഉദ്യോഗസ്ഥർ അവിടെ എത്തുന്നത്. പോലീസിന്റെ പരിശോധന നടക്കുന്നു. നമ്മളിപ്പോൾ ആ ഹോട്ടലിൽ പോകുകയുണ്ടായി. അവിടെ ഇപ്പോഴും പല വിഭവങ്ങളും ഇത്തരത്തിൽ സൂക്ഷിച്ചു വെച്ച നിലയിൽ കണ്ടു. പോലീസ് പരിശോധന ഇപ്പോൾ നടത്തുന്നു. അകത്തേക്ക് ഇപ്പോൾ നമ്മളെ കയറ്റിവിടുന്നില്ലെങ്കിലും നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാം, പഴകിയ തരത്തിലുള്ള വസ്തുക്കൾ പോലും ഇവിടെ കാണാം. ഇത് ദേശീയപാതയിൽ നിരവധി ആൾക്കാർ ഇത്തരത്തിൽ എത്തുന്ന ഒരു ഹോട്ടലാണ്. ദേശീയപാതയിൽ പ്രധാനമായ ദേശീയപാതയിൽ ഒരു ഹോട്ടലാണ്. കാസർഗോഡ് എത്തുന്നതിന് മുമ്പ് അടുത്ത വയൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ഹോട്ടലാണ്. ഈ ഹോട്ടലാണ് ഇത്തരം സംഭവം നടന്നത്. ഇത് രാത്രിയാണ് ഏറ്റവും കൂടുതൽ
ഇവിടെ ഈ തരത്തിൽ കച്ചവടം നടക്കുന്നതും പല ഭാഗങ്ങളിലേക്കും പാർസലുകളും മറ്റും കൊണ്ടുപോകുന്നതും. എന്തായാലും 31-ാം തീയതി സംഭവം നടന്ന് ഈ കുട്ടി ഇത്തരത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ സംഭവം നടന്നിട്ടും ഈ ഹോട്ടൽ പിന്നീടും തുറന്നു പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വസ്തുത. മാത്രമല്ല, കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഒരു മരണം സംഭവിച്ചു. അതിനെ തുടർന്ന് വലിയ ജാഗ്രത ഉണ്ടായി, വലിയ പരിശോധന നടത്തി. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഒരു ഹോട്ടലുകളിലും ഇത്തരത്തിൽ പരിശോധന നടക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും അതാണ് ഏറ്റവും ഗുരുതരമാകുന്ന അനാസ്ഥ. അതായത് ഇത്തരത്തിലൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നു ഭക്ഷണം കഴിച്ച ശേഷം ആളുകൾക്ക്. ഇപ്പോൾ തന്നെ ഈ പെൺകുട്ടിക്ക് മാത്രമല്ല മറ്റ് പലർക്കും അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടിരുന്നു ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചവർക്ക് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോഴും നടപടികൾ ഉണ്ടാകുന്നില്ല, പരിശോധനകൾ ഉണ്ടാകുന്നില്ല. ഡാൻ കുര്യനുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഡാൻ, ഇപ്പോൾ ഈ ന്യൂസ് 18ന്റെ റിസർച്ച് ഡെസ്ക് നൽകുന്ന ഇൻപുട്ടുകൾ അനുസരിച്ച് പോലും നമുക്ക് ഒട്ടേറെ മരണങ്ങൾ, അതായത് 2012-ലായിരുന്നു കേരളത്തിൽ വലിയ ചർച്ചയായ ഷവർമ കഴിച്ചുകൊണ്ടുള്ള മരണം റിപ്പോർട്ട് ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ ഉണ്ടാകുന്ന മരണം, കരുവള്ളൂർ സ്വദേശിനി ദേവനന്ദ മരിച്ചത് മെയ് 1-നായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം ആണ് രശ്മി കോട്ടയം സ്വദേശിനി മരിച്ചത്. അതിന് പിന്നാലെ ഇപ്പോൾ അഞ്ജുശ്രീ കാസർഗോഡ് മരണപ്പെടുന്നു. അപ്പോൾ ഈ ആരോഗ്യ വകുപ്പ് ഇപ്പോഴും കണ്ണടച്ചിരിക്കുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? ഇത്രയും ഗൗരവതരമായ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ പോലും കൃത്യമായ പരിശോധനാ സംവിധാനങ്ങളില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല ഹോട്ടലുകളിലും പരിശോധന നടത്തി അതെല്ലാം അടച്ചുപൂട്ടാനും നോട്ടീസ് നൽകാനും ഒക്കെയുള്ള നടപടികളിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ പോലും അതൊക്കെ പ്രഹസനമായിരുന്നോ എന്ന് സംശയിക്കേണ്ടി വരികയല്ലേ? തീർച്ചയായിട്ടും അഭിലാഷ്, നമുക്ക് അത് പ്രഹസനമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഈ അടുത്തിടെയായി ഉണ്ടായിട്ടുള്ള ഈ രശ്മിയുടെയും അഞ്ജുശ്രീയുടെയും മരണങ്ങൾ വെച്ച് നോക്കുമ്പോൾ. കാരണം രശ്മിയുടെ മരണത്തിന് പിന്നാലെ കോട്ടയത്ത് ഈ ഭക്ഷ്യവിഷബാധയേറ്റ് രശ്മി മരിച്ചതിന് പിന്നാലെയാണ് ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ തന്നെ പ്രത്യേക നിർദ്ദേശത്തെ തുടർന്ന് സംസ്ഥാന വ്യാപകമായി ടാസ്ക് ഫോഴ്സിന് രൂപം നൽകിക്കൊണ്ട് അടിയന്തരമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനകൾ ഊർജിതമാക്കിയതായിട്ടുള്ള വാർത്തകൾ ആരോഗ്യ വകുപ്പിൽ നിന്ന് തന്നെ പുറത്തു വന്നത്. അത്തരത്തിൽ 5-ാം തീയതിയും 6-ാം തീയതിയും ഒക്കെ വ്യാപകമായ പരിശോധനകൾ നടന്നുവെന്ന് കാണിച്ചുകൊണ്ടുള്ള വാർത്താക്കുറിപ്പുകൾ അന്ന് തന്നെ പുറത്തു വന്നിരുന്നു. അതിൽ 5-ാം തീയതി മാത്രം ഏതാണ്ട് 545 സ്ഥാപനങ്ങളിൽ സംസ്ഥാന വ്യാപകമായി പരിശോധന നടന്നതായും 32 സ്ഥാപനങ്ങൾ പൂട്ടിച്ചതായും, അതായത് അനാസ്ഥ കണ്ടെത്തിയതിനെ തുടർന്ന് വീഴ്ച വരുത്തിയ 32 സ്ഥാപനങ്ങൾ പൂട്ടിച്ചതായും 5-ാം തീയതി വാർത്താക്കുറിപ്പ് വരുന്നു. തൊട്ടു പിന്നാലെ ഇന്നലെയും സമാനമായ രീതിയിൽ 485 സ്ഥാപനങ്ങളിൽ ഇത്തരത്തിൽ തന്നെ പരിശോധന നടന്നു. അതിൽ 16 സ്ഥാപനങ്ങൾ പൂട്ടിച്ചു എന്ന കണക്ക് പുറത്തു വന്നു. 162 സ്ഥാപനങ്ങൾക്ക് ഈ നടപടികളിൽ വീഴ്ച വരുത്തിയതിന് നോട്ടീസ് നൽകിയതായും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് വിശദീകരണം ഉണ്ടായി. അതിന് പിന്നാലെയാണ് അതീവ ഗൗരവതരമായ രീതിയിൽ ഇന്ന് വീണ്ടും ഈ അഞ്ജുശ്രീയുടെ മരണം കൂടി റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കണക്കുകൾ അവർ പുറത്തുവിടുന്നുണ്ട്, വാർത്തകൾ പുറത്തു വരുന്നതിന് പിന്നാലെ. പക്ഷേ ആ കണക്കുകൾ വരുന്നതിനപ്പുറത്തേക്ക് പരിശോധന എത്രത്തോളം കാര്യക്ഷമമായിട്ട് നടക്കുന്നുണ്ട് എന്നൊരു വലിയ ചോദ്യം ബാക്കിയാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഭക്ഷ്യവിഷബാധയേറ്റ് തുടർച്ചയായി ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് ആദ്യം കൈയൊഴിയാൻ ശ്രമിച്ചിരുന്നെങ്കിലും ഇപ്പോൾ മരണം അടുത്തടുത്ത ദിവസങ്ങളിൽ തന്നെ 2 പേരായിരിക്കുന്നു. ഇപ്പോഴും ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ നേരിട്ട കുട്ടികൾ മറ്റ് സ്ഥലങ്ങളിലടക്കം പരിശോധന തേടി ചികിത്സയ്ക്ക് വിധേയമായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യക്ഷമമായിട്ടാണോ നിലവിൽ നടന്നുകൊണ്ടിരുന്ന പരിശോധനകൾ പുരോഗമിച്ചിരുന്നത് എന്നതടക്കമുള്ള CH കുഞ്ഞമ്പു ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ CH കുഞ്ഞമ്പു, ഇത്തരത്തിലൊരു വിഷയം, അതായത് ഇങ്ങനെ ഒരു പെൺകുട്ടിക്ക് അസ്വസ്ഥത നേരിടുന്നു, കുറെ അധികം ആളുകൾ ബുദ്ധിമുട്ടുന്നു, ചിലർ ചികിത്സയിലാണ് എന്ന കാര്യം നേരത്തെ അറിയുകയോ മറ്റോ ചെയ്തിരുന്നു? ഇല്ല, ഞാൻ ഇന്ന് രാവിലെ ഈ അഞ്ജു മരണപ്പെട്ടു എന്നതാണ് ഞാൻ ആദ്യം അറിയുന്നത്. ഭക്ഷ്യവിഷബാധയേറ്റ് ഈ കുട്ടി മരണപ്പെട്ടു എന്ന വിവരം ആ കുട്ടിയുടെ വീടിന്റെ പരിസരത്തുള്ള ആളുകൾ രാവിലെ എന്നെ കാണാൻ വന്നവരാണ് എന്നോട് പറയുന്നത്. പിന്നീട് ഞാൻ ആ വിവരങ്ങളെല്ലാം തിരക്കി വരുമ്പോഴാണ് എന്നെ TV ചാനലുകളിൽ നിന്ന് വിളിച്ചത്. അപ്പോൾ ഈ കുട്ടി കഴിഞ്ഞ കുറച്ച് ദിവസമായി ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം ഓർഡർ ചെയ്ത് വാങ്ങിക്കൊണ്ടുപോയി കഴിച്ചതിന് ശേഷം ദേഹാസ്വാസ്ഥ്യം ഉണ്ടായി കാസർഗോഡ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. പിന്നീട് കുട്ടിക്ക് നില കുറച്ച് സീരിയസ് ആയപ്പോൾ മംഗലാപുരത്തേക്ക് മാറ്റി. അവിടെ നിന്നാണ് ഇപ്പോൾ കുട്ടി മരിച്ചത്. അത്
വിഷബാധയാണ് എന്നത് ഏറെക്കുറെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാസർഗോഡ് ഒരു ഹോട്ടലാണ്. ഇവിടെയാണ് ഈ കുട്ടിയാണെങ്കിൽ എന്റെ മണ്ഡലത്തിലെ ചെമ്മനാട് പഞ്ചായത്തിലെ തൃക്കളായി എന്ന് പറയുന്ന സ്ഥലത്താണ് ആ കുട്ടിയുടെ വീട്. മഞ്ചേശ്വരം കോളേജിൽ 2ാം വർഷം ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടിയാണ്. അവരുടെ കൂടെയുള്ള കുട്ടികളും ഭക്ഷണം കഴിച്ചു, അവർക്കും ദേഹാസ്വസ്ഥമുണ്ടായി, അവരിപ്പോ ചികിത്സയിലാണ് എന്ന് പറയുന്നുണ്ട്. ഏതായാലും നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ 6 മാസത്തിനിടയിൽ 2 പേരാണ് ഇതുപോലെ സംഭവിച്ചത്. ഇതിനു മുമ്പ് ചെറുവത്തൂരിൽ ദേവനന്ദ പരീക്ഷ കഴിഞ്ഞ് തിരിച്ചുപോയി മറ്റു കുട്ടികൾക്കൊപ്പം ഭക്ഷണം കഴിച്ചതിന്റെ പേരിലാണ് ആ കുട്ടി മരണപ്പെടേണ്ടി വന്നത്. അപ്പൊ ഭക്ഷ്യവിഷബാധയേറ്റ് ഇങ്ങനെ കുട്ടികൾ അല്ലെങ്കിൽ ആളുകൾ മരിക്കുന്നു എന്നത് അത് ഒരു ഗുരുതരമായ പ്രശ്നമാണ്. നമ്മുടെ ആരോഗ്യ വകുപ്പും അതുപോലെ തന്നെ ഭക്ഷ്യസുരക്ഷാ വകുപ്പും വളരെ കർശനമായി ഇക്കാര്യത്തിൽ ഇടപെടേണ്ടുന്ന വിഷയമാണത്. MLA ഇത്തരത്തിൽ അതായത് ഇടപെടേണ്ട വിഷയമാണ് എന്ന് പറയുന്നു. താങ്കൾ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതായത് 6 മാസം മുമ്പ് ഇതേ ജില്ലയിൽ നിന്ന് ഒരു പെൺകുട്ടി മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. 6 മാസത്തിന് ശേഷം മറ്റൊരു മരണം കൂടി റിപ്പോർട്ട് ചെയ്യുന്നുവെങ്കിൽ ഈ 6 മാസം എന്നത് വളരെ ചുരുങ്ങിയ ഒരു കാലയളവാണ്. ഈ കാലഘട്ടത്തിലെങ്കിലും നമ്മൾ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ടല്ലോ ഇങ്ങനെ ഒരു മരണം സംഭവിക്കുമ്പോൾ. അതുപോലും ഉണ്ടാകുന്നില്ല. അതെ, കർശനമായി വേണ്ടത് തന്നെയാണ്, ഒരു സംശയമില്ല കാര്യത്തില്. ഇതില് ഇപ്പൊ ഈ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഈ കോവിഡിന് ശേഷം വ്യാപകമായി ആളുകൾ സ്വയം തൊഴിലിന്റെ ഭാഗമായോ മറ്റോ ഇഷ്ടം പോലെ ഹോട്ടലുകൾ വഴിവക്കിലൊക്കെ തുടങ്ങിയാണ്. അങ്ങനെ തുടങ്ങുന്ന ഹോട്ടലുകൾ തുടങ്ങുമ്പോൾ ആ ഹോട്ടലുകൾക്ക് അവർ ഒരു ഹോട്ടൽ നടത്തുമ്പോൾ പാലിക്കേണ്ടുന്ന എല്ലാ നിയമവും അതുപോലെ തന്നെ ആ ഹോട്ടലിന് ഉണ്ടാകേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങളും എല്ലാം ഉണ്ടാക്കുന്നുണ്ടോ? അതുപോലെ തന്നെ അവിടെ കുക്കൊക്കെയായി ജോലി ചെയ്യുന്ന ആളുകൾ മിക്കവാറും നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വന്ന ആളുകളാണ് അവര്. അങ്ങനെ വരുന്നവർക്ക് അവർക്ക് വല്ല ആരോഗ്യ പ്രശ്നമുണ്ടോ, സാംക്രമിക രോഗങ്ങൾ പടർന്നുണ്ടെങ്കിലോ അവരുടെ ശരീരത്തിലുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊന്നുമില്ലാതെ ഇങ്ങനെ ഹോട്ടൽ തുടങ്ങുന്നു. ഫാസ്റ്റ് ഫുഡാണ് പലതും. അവിടെ ആളുകൾ ആകർഷിക്കുന്നു, ആളുകൾ പോകുന്നു, അവർ ഭക്ഷണം കഴിക്കുന്നു. ഇങ്ങനെയുള്ള ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ വേദനാജനകമാണ്, ഒരു സംശയമില്ല. ഇതിപ്പോ 2ാമത്തെ മരണം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ മരിക്കുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. നമ്മളെല്ലാം വീട്ടിൽ നിന്ന് കുട്ടികളോട് കൂടി തന്നെയാണ് നമ്മൾ ഹോട്ടലിലേക്ക് പോകുന്നത്. നമ്മൾ ഭക്ഷണം കഴിച്ചു വന്നാൽ ഉടനെ നമുക്ക് വിഷബാധ ഏൽക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ആർക്കെങ്കിലും ഇവിടെ ഭക്ഷണം കഴിക്കാൻ പുറത്തു പോകാൻ പറ്റുന്ന സ്ഥിതി ഉണ്ടാകുമോ? അതുകൊണ്ട് കർശനമായ നിലയിലേക്ക് കാര്യങ്ങൾ പോകണം. ആരോഗ്യ വകുപ്പ് മന്ത്രി ഇപ്പോൾ തന്നെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസമായി നമ്മുടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഹോട്ടലുകളെ പരിശോധിക്കുന്നുണ്ട്. ഇങ്ങനെ അലക്ഷ്യമായി ഹോട്ടലുകൾ നടത്തുന്നത് പലതും അടച്ചുപൂട്ടിയിട്ടുണ്ട്. പക്ഷെ കാസർഗോഡ് ഇങ്ങനൊരു സംഭവം നടന്നു എന്നത് അത് ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. കർശനമായ നടപടി എടുക്കുകയല്ലാതെ മറ്റൊരു മാർഗമൊന്നുമില്ല. ഇനിയൊരു കുട്ടിക്കും അല്ലെങ്കിൽ ഇനി ഒരാൾക്കും ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചതിൽ വരെ ജീവൻ പോകുന്ന ഒരു സ്ഥിതി നമ്മുടെ കേരളത്തിലും അല്ലെങ്കിൽ ഒരു നാട്ടിലും ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അതിനനുസരിച്ച് അതിനുവേണ്ടി മാക്സിമം പ്രവർത്തിക്കുകയും ചെയ്യും. വളരെയധികം നന്ദി ശ്രീ CH കുഞ്ഞമ്പു ഞങ്ങളോട് പ്രതികരിച്ചതിന്. കോട്ടയത്ത് നിന്ന് ശ്രീജിത്ത് കൂടി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, നേരത്തെ MLA തന്നെ സൂചിപ്പിച്ച ഒരു കാര്യം, ഒരേ ജില്ലയിൽ നിന്ന് 2 മരണങ്ങൾ, അതും 6 മാസത്തിനിടയിൽ. കോട്ടയത്ത് നിന്നുള്ള രശ്മിയുടെ മരണം അത് ആ പുതുവത്സരാഘോഷങ്ങൾക്കിടെയാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നത്. ജനുവരി 2-നാണ് മരണപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ ഇനിയും ലഭിക്കേണ്ടതുണ്ട്. ഈ രാസപരിശോധനാ ഫലങ്ങൾ ഉൾപ്പെടെ പുറത്തു വരേണ്ടതുണ്ട്. പക്ഷേ ഭക്ഷണം കഴിച്ചതിന് ശേഷമായിരുന്നു അസ്വസ്ഥതയുണ്ടായത് എന്നത് വ്യക്തമാണ്. ഇപ്പോൾ ഇങ്ങനെയൊരു മരണം കോട്ടയത്ത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും അതിനുശേഷം അവിടെയെങ്കിലും ഈ അധികാരികൾ ഉണർന്നു പ്രവർത്തിക്കുന്നുണ്ടോ? അഭിലാഷ്, ഈ ഉണർന്ന് പ്രവർത്തിക്കൽ ഏതാണ്ട് ഒരാഴ്ചക്കാലത്തേക്കുള്ളതാണ് എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള അനുഭവം. കാരണം പിന്നെയും തുടർക്കഥകൾ ഉണ്ടാകുന്നു. കാസർഗോഡ് 2ാമത്തെ മരണമാണ്. കോട്ടയത്തെ സംബന്ധിച്ച് ഈ ഹോട്ടലിന്റെ കാര്യം മാത്രം എടുത്താൽ 1 മാസം മുൻപ് സമാനമായ സ്ഥിതി ഉണ്ടായതാണ്. ഒരുപാട് പേരുടെ പരാതി ഉണ്ടായിരുന്നതാണ്. പക്ഷെ ആ ഹോട്ടൽ വളരെ സ്വാഭാവികമായി പ്രവർത്തിക്കുന്നു. നഗരസഭയുടെ ഭാഗത്ത് വീണ്ടും ലൈസൻസ് കൊടുത്തതിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, ഭക്ഷണത്തിന്റെ മായം ചേർക്കൽ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ട ഭക്ഷ്യസുരക്ഷാ വകുപ്പും ഉറക്കത്തിൽ തന്നെയാണ്. ഇത്തരം എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായാൽ മാത്രമാണ് അവർ ഉണരുക എന്ന് തുറന്നു പറയേണ്ടി വരുന്ന സാഹചര്യമാണ് കഴിഞ്ഞകാല ചരിത്രം എല്ലാം എടുത്താൽ നമുക്ക് പറയേണ്ടി വരുന്നത്. ശരിയാണ്, അവർക്ക് സ്റ്റാഫിന്റെ കുറവുണ്ട്, വാഹനങ്ങളുടെ കുറവുണ്ട്, പരിശോധനാ സംവിധാനങ്ങളുടെ കുറവുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഇതിനെ സർക്കാർ ഗൗരവമായി അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളത് കൂടി കാണേണ്ടി വരും. കാരണം ഈ പരാതികൾ, ഈ ആളില്ല എന്നൊക്കെയുള്ള പരാതി കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയി. പക്ഷെ അതിനൊന്നും ഒരു പരിഹാരം ഉണ്ടാക്കാൻ, കൂടുതൽ ആളുകളെ നിയമിക്കാനോ, കാരണം ഇന്ന് ഈ ഭക്ഷണ വ്യവസായം വലിയൊരു വ്യവസായമായി സംസ്ഥാനത്ത്
ആയിരക്കണക്കിന് ഹോട്ടലുകളാണ് പ്രവർത്തിക്കുന്നത്. കണക്കിൽ പെടാതെയുള്ള ഹോട്ടലുകളും പലതരത്തിലും പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ നാട്ടിലെ മനുഷ്യർ വലിയൊരു ഭൂരിപക്ഷം ആളുകളും ഈ ഭക്ഷണങ്ങളെ ഒക്കെ ആശ്രയിക്കുന്ന, ഈ ഹോട്ടലുകളെ ആശ്രയിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനുള്ള സംവിധാനം, അത് പരിശോധിക്കേണ്ട സംവിധാനം ഇല്ല എന്ന് പറയുന്നത് സർക്കാരിന് തന്നെ നാണക്കേടാണ് എന്ന് പറയേണ്ടി വരും. അതാണ് ഈ തുടർച്ചയായ സംഭവങ്ങൾ. ഈ 2-ാം തീയതി രശ്മി രാജ് മരിച്ചതിന് ശേഷമാണ് കാസർഗോഡ് ഒരു സംഭവം ഉണ്ടാകുന്നു. അതായത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സംസ്ഥാനത്തൊട്ടാകെ പരിശോധന നടത്താനൊക്കെ പറഞ്ഞു കുറേ ഹോട്ടലുകൾ പിടിക്കുന്നു, കുറച്ച് കണക്കുകൾ ഇടുന്നു. അതിനുശേഷമാണ് വീണ്ടും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് ഈ വകുപ്പ് തന്നെ എന്തിന് എന്ന ചോദ്യം അവശേഷിപ്പിക്കുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് ഈ മരണങ്ങൾ മാത്രമല്ല സംഭവിക്കുന്നത്, മനുഷ്യന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ ഏതാണ്ട് ഒരുപാട് സമയങ്ങളിൽ ഉണ്ടാകുന്ന സാഹചര്യം തന്നെയുണ്ട്. അവിടെ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പുറത്തെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഇത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യുകയും നടപടി എടുപ്പിക്കുകയും ചെയ്യുന്ന ഭാഗത്ത് ഫോളോ അപ്പുകൾ കൃത്യമായി ഉണ്ടാകാത്ത പ്രശ്നങ്ങൾ കൂടി ഉണ്ട് എന്നത് അവിടെ വളരെ പ്രസക്തമായി നിൽക്കുകയാണ്. കോട്ടയത്തെ സംബന്ധിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഈ മരണം ഉണ്ടായ ശേഷം ഇപ്പോഴും അത് ഭക്ഷ്യസുരക്ഷാ പ്രശ്നമാണോ, ഭക്ഷ്യ വിഷബാധയാണോ എന്ന് സ്ഥിരീകരിക്കാനുള്ള പരിശോധനാ ഫലങ്ങൾ വരാൻ കാത്തിരിക്കുന്നേ ഉള്ളൂ. പരിശോധനാ ഫലങ്ങൾ വൈകുന്ന സാഹചര്യങ്ങളുണ്ട്. ഒരു മരണമാണെങ്കിൽ പോലും അതിനിപ്പുറത്ത് ഈ സാങ്കേതികമായ സംവിധാനങ്ങൾ ഒരുപാട് പുരോഗമിച്ചിട്ടും തെളിവുകൾ കണ്ടെത്താൻ, അതായത് ഒരാൾ ഭക്ഷണം കഴിച്ച് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അയാളുടെ ബാധ്യതയായി മാറുന്ന, അത് തെളിയിക്കേണ്ട ബാധ്യത അയാളുടേതായി മാറുന്ന സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സർക്കാർ സമഗ്രമായി പരിശോധിക്കേണ്ട വിഷയമാണ്. വളരെ ഗൗരവം. കാരണം തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ശ്രീജിത്ത് പറയുന്നത്. അതായത് ഒരാൾക്ക് ഭക്ഷണം കഴിച്ച് അസ്വസ്ഥതയുണ്ടായാൽ അത് പിന്നെ അയാൾ ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്ന കാര്യം തെളിയിക്കേണ്ടതും അതിന് പിന്നാലെ പോകേണ്ടതുമൊക്കെ അയാളുടെ ബാധ്യതയായി മാറുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. ഞാൻ വീണ്ടും ബൈജുവിലേക്ക് പോവുകയാണ്. ബൈജു, ഈ പെൺകുട്ടിയുടെ മരണത്തിന് ശേഷമുള്ള മറ്റ് നടപടിക്രമങ്ങൾ, ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? കുടുംബം എന്താണ് പറയുന്നത്? പോസ്റ്റ്മോർട്ടം അല്ലെങ്കിൽ മറ്റ് ആന്തരിക അവയവ പരിശോധനകൾ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾക്കൊക്കെയുള്ള സാധ്യതകൾ എത്രത്തോളമാണ്? ഇപ്പോൾ രാമചന്ദ്രൻ നായർ ADM ടെലിഫോൺ ലൈനിൽ ഉണ്ട്. ശ്രീ രാമചന്ദ്രൻ, ഈ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഭക്ഷ്യ വിഷബാധയേറ്റ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. താങ്കൾക്ക് എന്തൊക്കെ വിവരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്? ഈ വിവരം കിട്ടിയ ഉടനെ തന്നെ ഞാൻ ജില്ലാ ഫുഡ് സേഫ്റ്റി ഓഫീസറെ ബന്ധപ്പെട്ടിരുന്നു. ഫുഡ് സേഫ്റ്റി ഓഫീസർ പോലീസും അത് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫൈനൽ റിപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. തഹസിൽദാറോടുകൂടി അന്വേഷണം നടത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ചിട്ട് അത് 31-ാം തീയതിയാണെന്നൊന്നും ഭക്ഷണം കഴിച്ചത്. ഇന്നലെയാണ് ഈ കുട്ടി 5-ാം തീയതിയാണ് മംഗലാപുരം ഹോസ്പിറ്റലിൽ വെച്ച് മരണപ്പെടുന്നത്. ശ്രീ രാമചന്ദ്രൻ നായിക്, ഇതില് ഈ താങ്കൾ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞല്ലോ 31-ാം തീയതിയാണ് ഈ പെൺകുട്ടി ഭക്ഷണം കഴിച്ചത് എന്ന്. അതിനുശേഷം ഈ അസ്വസ്ഥതയുണ്ടായത് ഈ പെൺകുട്ടിക്ക് മാത്രമല്ല, മറ്റു പലരും ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ നേരിട്ടു. അപ്പോൾ ഇങ്ങനെ ഒരു വിഷയം ഇതിനു മുമ്പ് ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? അതായത് ഈ മരണം സ്ഥിരീകരിക്കുമ്പോഴാണോ ഇത് പുറത്തറിയുന്നത്? ഇത് ഇന്ന് രാവിലെ കിട്ടിയ വിവരം മാത്രമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്താൻ വേണ്ടി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തഹസിൽദാറും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തഹസിൽദാറും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഒരു പ്രൈമറി വിവരം എന്താണ് എന്ന് പങ്കുവയ്ക്കാൻ സാധിക്കുമോ? ഇല്ല, എന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരം ലഭ്യമല്ല. റൈറ്റ്, വളരെയധികം നന്ദി ബൈജു. അധികൃതരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ എപ്പോഴും ഇതാണ്. ഇന്നാണ് ഇവർ അറിയുന്നത്, അതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. മാത്രവുമല്ല, ഈ അധികൃതരെ സംബന്ധിച്ചിടത്തോളം ഇതിനൊക്കെ സ്ഥിരീകരണം ഉണ്ടാകണം, എങ്കിൽ മാത്രമാണ് അവർക്ക് അടുത്ത പടിയിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. അതിനിപ്പോൾ അടിയന്തരമായി വേണ്ടത് കൃത്യമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉണ്ടാകണം. ആന്തരിക അവയവങ്ങളുടെ പരിശോധന നടക്കണമെങ്കിൽ അത് വേണം. രാസപരിശോധനകൾ ആവശ്യമെങ്കിൽ അതെല്ലാം കിട്ടുമ്പോൾ മാത്രമാണ് ഔദ്യോഗികമായൊരു നടപടിക്രമത്തിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. എന്താണ് കുടുംബത്തിന്റെ ആവശ്യം? അതോടൊപ്പം എന്താണ് ആശുപത്രി അധികൃതരുടെ പ്രതികരണം? മറ്റ് നടപടിക്രമങ്ങൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അതിനൊക്കെ ഇത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് കുടുംബവും അതുപോലെ തന്നെ പ്രദേശവാസികളും ആവശ്യപ്പെടുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് 31-ാം തീയതി ഈ
ഇത്തരത്തിൽ ആഹാരത്തിൽ നിന്നാണ് ഈ കുട്ടിക്ക് അസ്വസ്ഥതയുണ്ടായെന്ന കാര്യം പോലീസും സ്ഥിരീകരിക്കുന്നുണ്ട്. അത് നേരത്തെ DMO സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന്റെ വിശദമായ പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴാണ് എല്ലാ വകുപ്പുകളും ഉണർന്ന് പ്രവർത്തിച്ചതെന്ന് വേണം നമുക്ക് പറയാൻ. ഈ 7 ദിവസം എന്തുകൊണ്ട് ഈ സംഭവം പുറത്ത് അറിയാതിരുന്നു? ഈ കുട്ടി അസ്വസ്ഥത ഉണ്ടായതിന് തുടർന്ന് അപ്പോൾ തന്നെ ഒരു ആശുപത്രിയിൽ. ബൈജു, ഞാൻ വരാം. ഇപ്പോൾ VS ശിവകുമാർ, മുൻ ആരോഗ്യമന്ത്രി, ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ VS ശിവകുമാർ, ഇതിപ്പോൾ സംസ്ഥാനത്ത് ഈ ഭക്ഷ്യവിഷബാധയേറ്റുള്ള മരണം തുടർക്കഥയാകുന്ന സാഹചര്യമാണ്. ഈ പുതുവത്സരത്തിന് ശേഷം 6 ദിവസത്തെ ഇടവേളകളിലാണ് 2 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ആരാണ് യഥാർത്ഥ ഉത്തരവാദികൾ? ഇത് യഥാർത്ഥത്തിൽ വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ ആഹാരം കഴിച്ചാൽ മരിക്കും എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ സംസ്ഥാനത്ത് ആ ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അത് തന്നെ ഏറ്റവും വലിയ ഒരു ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് ഭക്ഷ്യസുരക്ഷാ നിയമമുണ്ട്, കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കിയ ഭക്ഷ്യസുരക്ഷാ നിയമം. അത് ഫലപ്രദമായി നടപ്പിലാക്കിയാൽ മതി. നേരത്തെ ഉണ്ടായിരുന്ന ശിക്ഷാവിധികൾ അതിനേക്കാൾ കൂടുതലായിട്ടുള്ള പുതിയ നിയമത്തിലൊക്കെ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അത് ഫലപ്രദമായി നടപ്പിലാക്കും എന്നുള്ള ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായാൽ ഇതൊക്കെ ഒഴിവാക്കാൻ കഴിയും. ഇവിടെ ഓരോ സ്ഥലങ്ങളിലും നമുക്കറിയാം, പല സ്ഥലങ്ങളിലും ഈ ആഹാരം പാചകം ചെയ്യുന്നത് അതുപോലെ തന്നെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ അത് പാചകം ചെയ്യേണ്ടുന്ന ആ ഒരു അതിൻ്റെതായ തരത്തിലുള്ള രീതിയിൽ അത് ചെയ്യുന്നില്ല. അപ്പോൾ അതൊക്കെ ഇവിടെ തട്ടുകടകൾ അതിനെല്ലാം കർശനമായ പരിശോധനയും നിർദ്ദേശങ്ങളും ഈ കാര്യത്തിൽ കൊടുത്ത് പരിശോധനകൾ കൃത്യമായിട്ട് നടത്തിയാൽ മാത്രം പോരാ, അതിനു വേണ്ടുന്ന നടപടികൾ, ആവശ്യമായ ശിക്ഷാ നടപടികൾ സ്വീകരിച്ചാൽ മാത്രമേ. ശ്രീ ശിവകുമാർ, നമുക്കറിയാം ഈ കോവിഡ് പ്രതിസന്ധി നേരിട്ട പശ്ചാത്തലത്തിൽ പലരും വീടുകളിൽ ഇരുന്നാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഇപ്പോൾ ഈ തൊഴിൽ ഇടങ്ങൾ എല്ലാം പ്രാക്ടിക്കലായി ജോലിയിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമുണ്ട്, സജീവമായി കഴിഞ്ഞു. അപ്പോൾ ഈ രാത്രിയെന്നോ പകലെന്നോ ഒന്നും വ്യത്യാസമില്ലാതെയാണ് ആളുകൾ തൊഴിലിന് എത്തുന്നത്. അവർക്ക് പലപ്പോഴും വീട്ടിൽ നിന്നൊക്കെ ഭക്ഷണം കൊണ്ടുവരിക എന്നത് പ്രായോഗികമല്ല. അതിനനുസരിച്ച് കേരളത്തിൽ ഹോട്ടലുകളുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ ഡിപ്പാർട്ട്മെന്റുകൾ, ഭക്ഷ്യസുരക്ഷാ വിഭാഗമൊക്കെ ആ കോവിഡ് കാലത്തുണ്ടായിരുന്ന അതേ പാറ്റേണിൽ തന്നെയല്ലല്ലോ ജോലി ചെയ്യേണ്ടത്. അവർ കൂടുതൽ കാര്യക്ഷമമായി ഇടപെടേണ്ട സമയമല്ലേ? അങ്ങനെ ഒരു ഇടപെടൽ ഇപ്പോൾ നടക്കുന്നുണ്ടോ? ഒരിക്കലും നടക്കുന്നില്ല എന്നുള്ളത്. എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അപ്പോൾ 2-3 ദിവസം പരിശോധന നടത്തുന്നു. അതിനെക്കുറിച്ച് പിന്നെ ഒരു കാര്യം ആരും അറിയുന്നില്ല. ഇത് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി പ്രവർത്തിക്കേണ്ടുന്ന ഒരു മേഖലയാണ് ഈ ഭക്ഷ്യസുരക്ഷാ മേഖല എന്ന് പറയുന്നത്. വളരെ വൃത്തിഹീനമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പൊ തന്നെ നമുക്കറിയാം, പല സ്ഥലങ്ങളിലും ഈ വെളിച്ചെണ്ണ അതിൽ പാചകം ചെയ്യുന്ന അത് എത്ര പ്രാവശ്യം കഴിഞ്ഞിട്ടാണ് അവരത് മാറ്റുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു ഗുണമേന്മയുള്ള ആഹാരം ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിലേക്ക് വേണ്ടി അത് അവരുടെ അവകാശമാണ്. അതിലേക്ക് വേണ്ടുന്ന നടപടികൾ ഗവൺമെന്റ് എടുക്കണം. ഇപ്പൊ രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതിരിക്കുകയാണ് ആരോഗ്യവകുപ്പ് എടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലേറ്റവും ഫലപ്രദമായി പ്രവർത്തിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പിന്റെ കീഴിലുള്ള ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പാണ്. ആ വകുപ്പ് എവിടെയെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ, ആരെങ്കിലും ഭക്ഷണം കഴിച്ച് മരിക്കുമ്പോൾ ഒരു 2-3 ദിവസം ഇതിന്റെ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് കുറെ റെയ്ഡുകൾ നടത്തും. ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ഇവിടെ ഉണ്ടോ എന്നറിയില്ല. ഏറ്റവും ഫലപ്രദമായി ഇപ്പൊ ഒരുപക്ഷെ ആരോഗ്യവകുപ്പ് നമ്മുടെ ആശുപത്രികളുടെ തന്നെ പ്രാധാന്യത്തോടു കൂടി പ്രവർത്തിക്കേണ്ടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണിത്. വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പരിശോധനകൾ നടത്തുവാനും പാചകം ചെയ്യുന്ന അത് കൊടുക്കാൻ തരത്തിലുള്ളതാണോ എന്നും അതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ ഗൗരവത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഏറ്റെടുക്കേണ്ടുന്ന ഒരു കാലഘട്ടം. ശ്രീ ശിവകുമാർ, ഒരുപക്ഷെ ഇത്തരം അപകടങ്ങൾ സംഭവിക്കുമ്പോൾ ഹോട്ടലുകാരെ മാത്രം കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം മാസങ്ങളോളം പഴകിയ മത്സ്യം അമോണിയ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വിപണികളിൽ ലഭ്യമാകുന്നു. ഈ ചത്ത കോഴികളെ ഉൾപ്പെടെ വില കുറഞ്ഞ് ലഭിക്കുന്ന സാഹചര്യം, അത് നല്ല മാംസത്തോടൊപ്പം മിക്സ് ചെയ്യുന്നു. എന്ന് അറിയപ്പെടുകയാണ് അത്തരത്തിലുള്ള മാംസം. അതൊക്കെ ഇന്ന് വിപണിയിൽ സജീവമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. കേരളത്തിൽ തന്നെ നമ്മുടെ ഭരണസിരാകേന്ദ്രമായ തിരുവനന്തപുരത്ത് എപ്പോഴൊക്കെ റെയ്ഡ് നടത്തുന്നുണ്ടോ അപ്പോഴൊക്കെ പട്ടികയിൽ വരുന്ന ചില ഹോട്ടലുകളുണ്ട്, ഒന്നിലധികം ഹോട്ടലുകളുണ്ട്. അവരൊക്കെ ഇങ്ങനെ പരിശോധനാ സമയത്ത് അടച്ചുപൂട്ടുന്നു, തൊട്ടടുത്ത ദിവസം വീണ്ടും പ്രവർത്തിക്കുന്നു. അവർക്കെതിരെയൊന്നും കൃത്യമായ ഒരു ശിക്ഷാ നടപടി ഉണ്ടാകുന്നില്ല. അപ്പോൾ കാലാനുസൃതമായി ഈ ചട്ടങ്ങളിൽ മാറ്റം വരുത്തുക, അല്ലെങ്കിൽ ഈ വിഷം വിളമ്പുന്നവർക്കെതിരെ അടിയന്തരമായി ശിക്ഷാ നടപടികളിലേക്ക് കടക്കുക,
അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾക്ക് സമയം അതിക്രമിച്ചില്ലേ? ഇത് 2011 ഭക്ഷ്യസുരക്ഷാ നിയമം കേന്ദ്ര നിയമമാണ്, ആക്ടാണ്. അപ്പൊ അതനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ നേരത്തെ ഇതിനേക്കാൾ കുറഞ്ഞ ശിക്ഷകളായിരുന്നു. ആ ആക്ട് പുതുതായി വന്നതിന് ശേഷം കേരളത്തിൽ ഞാൻ ആരോഗ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് വിവിധ തലങ്ങളിലൊക്കെ ചർച്ചകൾ നടത്തി ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസി അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലും ഓരോ ഭക്ഷ്യസുരക്ഷാ ഓഫീസുകൾ തുടങ്ങുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു. കാരണം ഇത് വളരെ താഴെ തലത്തിൽ തന്നെ ഫലപ്രദമായി ഈ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഒരു ജില്ലയിൽ ഒരു ഓഫീസ് മാത്രം പോരാ, ഉദ്യോഗസ്ഥന്മാർ വേണം. അതിനെക്കുറിച്ച് പരിശോധന നടത്തുന്നതിലേക്ക് വേണ്ടിയുള്ള ലാബുകൾ വേണം. അപ്പൊ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക, അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ഉണ്ടാക്കുക, ജീവനക്കാരെ കൂടുതലായി നിയമിക്കുക. അതോടൊപ്പം ഈ ശിക്ഷ ഇപ്പൊ നിലവിലുള്ള ഭക്ഷ്യസുരക്ഷാ നിയമം അതനുസരിച്ചിട്ടുള്ള ശിക്ഷകൾ ഫലപ്രദമായി നടപ്പിലാക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ഇതിപ്പോ ദേശീയ തലത്തിൽ തന്നെ പുതിയ നിയമങ്ങൾ കൊണ്ടുവരണം. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ട് ഇപ്പോ നേരത്തെയൊക്കെ ചെറിയ ഫൈൻ അടച്ചാൽ ഇതൊക്കെ രക്ഷപ്പെട്ടു പോകാം. കുറച്ചുകൂടി ഗുരുതരമായിട്ടുള്ള ചികിത്സ കാശുള്ളവർക്ക് ഇത് അടച്ചിട്ട് അവർ പിന്നെ വീണ്ടും തുറന്നു വയ്ക്കും. അപ്പോൾ ഇതിന്റെ ശിക്ഷാവിധികൾ, ശിക്ഷ കൊടുക്കുന്ന രീതികൾ, ശിക്ഷ അത് കൂടുതലായിട്ട് ഈ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കേണ്ട ഒരു കാലഘട്ടമായിരിക്കുന്നു എന്നുള്ളതാണ് ഇതുപോലെയുള്ള സംഭവങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. വളരെ കർശനമായ ശിക്ഷാ വിധികൾ ഇത് നടപ്പിലാക്കണം. അതുപോലെ എൻഫോഴ്സ്മെന്റ് വളരെ കാര്യക്ഷമമായി നടപ്പിലാക്കണം. അതിന് കൂടുതൽ ഉദ്യോഗസ്ഥന്മാർ വേണം, കൂടുതൽ ഓഫീസ് സംവിധാനങ്ങൾ വേണം, ലാബ് സംവിധാനങ്ങൾ വേണം, ഇതെല്ലാം വേണം. അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ നടക്കും. ഞാൻ ആരോഗ്യമന്ത്രിയായിരുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഇപ്പൊ തമിഴ്നാട്ടിൽ കുറച്ച് അവിടുത്തെ ഈ പച്ചക്കറി ഗോഡൌണുകൾ സന്ദർശിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് ജോയിന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ അവിടെ പോയി. അവരകത്ത് കടത്തി വിട്ടില്ല. പക്ഷേ രഹസ്യമായി അകത്ത് കടത്തി വിട്ടപ്പോൾ കണ്ട കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം വേദനാജനകമാണ്. കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പ്രത്യേക ഉൽപാദനവും അതിനൊക്കെ കൂടുതലായിട്ട് അവർക്ക് തോന്നുന്നത് പോലെ യാതൊരു മാനദണ്ഡവും ഇല്ലാതെ കീടനാശിനികൾ അല്ലെങ്കിൽ അതൊക്കെ പ്രയോഗിപ്പിച്ചിട്ടാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനെയൊക്കെ പരിശോധിക്കുവാൻ വേണ്ടി ലാബുകൾ വേണം നമുക്ക്. ഇപ്പൊ ഒരു സാധനം എടുത്ത് കൊണ്ടുവന്ന് കുറച്ച് ലാബുകളെ ഇപ്പൊ പുതുതായിട്ടൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ അത് പോരാ. അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതലായി വർദ്ധിപ്പിക്കുകയും എൻഫോഴ്സ്മെന്റ് കൂടുതൽ ശക്തമാക്കുകയും ആവശ്യമെങ്കിൽ കൂടുതലായിട്ടുള്ള ശക്തമായ ശിക്ഷാവിധികൾ നടപ്പിലാക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നിയമങ്ങൾ കൊണ്ടുവരാനും സംസ്ഥാനത്ത് തീർച്ചയായും നിയമങ്ങൾ കർശനമാക്കണം. അധികൃതർ കൂടുതൽ ഉണർന്ന് പ്രവർത്തിക്കണം. വളരെയധികം നന്ദി ശ്രീ VS ശിവകുമാർ ഞങ്ങളോട് പ്രതികരിച്ചതിന്. വീണ്ടും ശ്രീജിത്തിലേക്ക് തന്നെ പോവുകയാണ്. നേരത്തെ ശ്രീജിത്ത് തന്നെ സൂചിപ്പിച്ചു, ഏതാണ്ട് ഒരാഴ്ച മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു കലാപരിപാടിയാണ് ഇത്തരം പരിശോധനകൾ. അതോടുകൂടി ആ അധ്യായം അടയുകയാണ്. ഇപ്പോൾ കോട്ടയത്ത് നിന്നും അതുതന്നെയാണ് ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നതും. ശിവകുമാറിനെ പോലെയുള്ള മുൻ ആരോഗ്യമന്ത്രിമാരും പറയുന്നത് ഈ ഊർജിതമായൊരു പ്രവർത്തനം നടക്കുന്നില്ല എന്നാണ്. ഇപ്പോൾ സാധാരണക്കാരായ ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹോട്ടലുകളെ ആശ്രയിക്കാതെ മുന്നോട്ട് പോവുക എന്നത് പ്രായോഗികവുമല്ല. അപ്പോഴും ഇതിന്റെ ഗൗരവം കൃത്യമായി അധികൃതർ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ മനസ്സിലാക്കുന്നില്ല എന്നല്ലേ വായിച്ചെടുക്കാൻ സാധിക്കുന്നത്? അഭിലാഷ്, അത് മനസ്സിലാകാത്തതുകൊണ്ട് മാത്രമെന്ന് നമുക്ക് നിഷ്കളങ്കമായി പറയാൻ കഴിയില്ല. ഇതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്കൊന്നും ഒരുപക്ഷെ നേരിട്ട് കാണാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടാകാം എന്നുകൂടി പറയേണ്ടി വരും. കാരണം എന്തുകൊണ്ടാണ് ഒരു മാസം മുൻപ് അടച്ചുപൂട്ടിയ ഒരു ഹോട്ടൽ വീണ്ടും തുറന്ന് പ്രവർത്തിക്കാൻ, അതായത് അതിൻ്റെ അടുക്കളയും ഹോട്ടലും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് നിർദ്ദേശം നൽകിയ ശേഷവും ഒരുമിച്ച് പ്രവർത്തിക്കാൻ എന്തുകൊണ്ടാണ് കോട്ടയം നഗരസഭയിൽ നിന്ന് ഒരു അനുമതി പോയത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ബാഹ്യ സമ്മർദ്ദങ്ങളുണ്ട്. പല രാഷ്ട്രീയ നേതാക്കളും പല രാഷ്ട്രീയ പാർട്ടികളും അതിൽ പലപ്പോഴും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. അഴിമതി പോലുള്ള കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് ഇവർക്കെല്ലാം ഇങ്ങനെ തോന്നിയ പോലെ തങ്ങൾക്കിഷ്ടമുള്ള പോലെ ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് കേവലം ഉദ്യോഗസ്ഥന്മാർ മാത്രമായി നമുക്കതിനെ കുറ്റം പറയാൻ പറ്റില്ല. കുറേ കാലമായി നടക്കുന്നതാണ് ഈ സംഭവങ്ങൾ. അപ്പോൾ സർക്കാർ എന്ത് ചെയ്യുന്നു എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. ഒരുപാട് റെയ്ഡുകൾ നടത്തുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ഹോട്ടലുകാർക്ക് തോന്നിയ പോലെ ഇപ്പോഴും എത്രയോ ദിവസം പഴക്കമുള്ള, പ്രത്യേകിച്ച് മാംസ ഭക്ഷണത്തിന് വലിയ പ്രാധാന്യമുള്ള ഒരു നാട് കൂടിയാണ് കേരളം. അത്തരത്തിൽ ഒരുപാട് ഹോട്ടലുകൾ വരുന്നുണ്ട്. നമുക്കറിയാം 5 സ്റ്റാർ ഹോട്ടലുകളുടെ ഫ്രീസറുകളിൽ നിന്നും പോലും അത്രയും പഴക്കമുള്ള മാംസം പിടിക്കുന്ന ചരിത്രം ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അതെല്ലാം ഈ ഇരുന്നിരുന്ന് നശിച്ച് പിന്നീടത്തേക്ക് മാറ്റിവെക്കുന്നു. എണ്ണയുടെ ഉപയോഗം, ഇങ്ങനെ വളരെ പ്രതിസന്ധി നിറഞ്ഞൊരു സാഹചര്യമാണുള്ളത്. ആ വിഷയങ്ങളെ ഗൗരവത്തോടെ സർക്കാർ കാണുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ അങ്ങ് പൊക്കോളും, ഒരു ഓളത്തിന് പൊക്കോളും
എന്ന് മാത്രമാണോ കരുതുന്നത് എന്നതാണ് ഇത്തവണയും ഉയരുന്ന ഏറ്റവും പ്രസക്തമായ ചോദ്യം. നമുക്കറിയാം, ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നമുക്ക് വിശ്വാസം നഷ്ടപ്പെടുന്നത് ഇതൊക്കെ കൊണ്ടാണ്. ഒരു മാസം മുമ്പ് ഉണ്ടായിടത്ത് വീണ്ടും തുറക്കുന്നു. കേരളത്തിലൊരു ഭക്ഷ്യവിഷബാധയെ തുടർന്ന് മരണമുണ്ടായി. ദിവസങ്ങൾ വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ കഴിയുമ്പോൾ അടുത്ത മരണമുണ്ടാകുന്നു. അപ്പോഴൊക്കെ എന്താണ് അതായത് സംസ്ഥാനത്തൊട്ടാകെ റെയ്ഡ് നടക്കുന്നു എന്ന് പറയുമ്പോഴാണ് ഈ സംഭവങ്ങൾ വീണ്ടും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ശ്രീജിത്ത്, തീർച്ചയായും ജനപ്രതിനിധികൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് ഒരിക്കൽ കൂടി പരിശോധിച്ചു നോക്കാം. കാസർഗോഡ് MLA NN നെല്ലിക്കുന്നിലിന്റെ പ്രതികരണത്തിലേക്ക്. കാസർഗോഡ് അടുത്ത കാലത്ത് രണ്ടാമത്തെ സംഭവമാണ്. ചെറുവത്തൂരിലും ഒരു മരണമുണ്ടായി ഭക്ഷ്യവിഷബാധയേറ്റ്. ഇവ കാസർഗോഡും സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് ഹോട്ടലുകളിലുള്ള ഭക്ഷണം വാങ്ങി കഴിക്കുന്ന ആളുകൾക്ക് ഈ ദാരുണമായ അന്ത്യമുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഒരു പരിശോധന എന്ന് പറയുമ്പോൾ ഈ പദാർത്ഥങ്ങളിൽ എന്തൊക്കെയാണ് ചേർക്കുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, പഴകിയ ഭക്ഷ്യ വസ്തുക്കളാണോ നൽകുന്നത് ആളുകൾക്ക്, ഒരു പരിശോധന അത്യാവശ്യമാണ്. എപ്പോഴെങ്കിലും മരണം നടന്നതിന് ശേഷം ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും ഇങ്ങനെ പരിശോധന നടത്തിയാൽ പോരാ. എല്ലാ ദിവസവും ഇവരുടെ അടുക്കളയിൽ എല്ലാ ദിവസവും പരിശോധനകൾ നമ്മുടെ ഫുഡ് സേഫ്റ്റിയുടെ ആളുകളും അതുപോലെ തന്നെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിൽ ആരോഗ്യവകുപ്പ് നടത്തണം. എല്ലാ ദിവസവും ഞാൻ പറയുന്ന ഓരോ മണിക്കൂറുകളിലും ഇവരുടെ പരിശോധന അത്യാവശ്യം. നമ്മളുടെ ശ്രദ്ധയിൽപ്പെടുത്തില്ല. തീർച്ചയായിട്ടും ഇവരുടെ ഈ ബന്ധുക്കളൊന്നും നമ്മളെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ ഭാഗത്ത് ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകുമായിരുന്നു. നേരത്തെ ഈ വിഷയത്തിൽ ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ സുബിമോൾ പ്രതികരിച്ചിരുന്നു. ആദ്യം കേക്ക് കഴിച്ചുവെന്നും പിന്നീടാണ് കുഴിമന്തി കഴിച്ച കാര്യം പറഞ്ഞത് എന്നുമാണ് ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ ന്യൂസ് 18നോട് പ്രതികരിച്ചത്. നമ്മൾ ഇതുവരെ ഇതാരും വിളിച്ചു പറഞ്ഞില്ലായിരുന്നു. നമ്മൾ ഇന്ന് രാവിലെയാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ തന്നെ നമ്മൾ സ്ട്രിക്റ്റ് ആക്ഷൻ എടുത്തിട്ടുണ്ട്. അവിടെ ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ് പരിശോധിക്കുന്നുണ്ട്. ഈ വിവരം നമുക്ക് ഇപ്പോഴാണ് കിട്ടുന്നത്. ഫുഡ് പോയിസൺ ഉണ്ടായ കാര്യം ഇത് നിർഭാഗ്യവശാലുണ്ടായ ഒരു സംഭവമാണ്. നമ്മൾ കൃത്യമായി പരിശോധന, വളരെ ഊർജ്ജസ്വലമായി പരിശോധന കാസർഗോഡ് ജില്ലയിൽ നടക്കുന്നുണ്ട്. ന്യൂസ് 18ൽ